ഇന്നത്തെ ദിവസം ഞാൻ കുക്കിംഗ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. എന്നാലും സാരില്ല, ചെറുതായിട്ടൊന്ന് ഒതുക്കിപ്പെറുക്കലിൽ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞുള്ള ഉറക്കവും കഴിഞ്ഞ് ഉപ്പുമാവും കഴിച്ച് മോനെയും കൊണ്ട് പാർക്കിൽ പോകുന്ന സീനാണ് കേട്ടോ ഇത്. തണുപ്പുണ്ടോ? ഇല്ല. ടാറ്റാ. അസ്സലാമു അലൈക്കും. ഇപ്പോൾ സമയം ഇവിടെ 2:30 നോക്കണ്ട ഉണ്ണി, ഇത് രാവിലത്തെ ബാക്കി ഉപ്പുമാവ് തന്നെ. ഉണ്ടാക്കിയതോ ക്യാരറ്റ് ഉപ്പുമാവ്. എന്തായാലും അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനികളുടെ ഹൽവയായി. ബാക്കി വന്ന ചായ കളയുന്ന ശീലം പണ്ടേ എനിക്കില്ല. ഇനി നമുക്ക് വിഭവസമൃദ്ധമായ കുക്കിങ്ങിലേക്ക് കിടന്നാലോ. ഇത് ദോശമാവാണ് കേട്ടോ. പുളിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഈ കാണിക്കുന്നതൊക്കെ. എന്റെ ഫ്രിഡ്ജ് കണ്ടാരും ഞെട്ടരുത് കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ളതെല്ലാം അവിടെ ഭദ്രമാണ്. പാർക്കിൽ പോയൊരു തണുപ്പ് കണ്ടും പോയില് വേഗം തിരിച്ചു വന്നു കേട്ടോ. കുക്കിംഗ് തുടങ്ങി എനിക്ക് കമ്പനിയായി ഉമ്മാനെയും വിളിച്ച് ഇക്കായും കിച്ചണിലേക്ക് കൂട്ടുവന്നു. കൂട്ടിനാളുള്ളപ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഈ കാണുന്നത് ഞാൻ ഓമനിച്ച് വളർത്തുന്നതിന്റെ ഓർക്കിഡാണ് കേട്ടോ. സമയം പറഞ്ഞു ഇരുട്ടിന്ന് വിചാരിക്കേണ്ട. ഇവിടെ ഇപ്പൊ 4 മണിയാകുമ്പോഴേ നാട്ടിലെ 7 മണി പോലെയാകും. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, സവാള ക്രഷ് ചെയ്ത് വഴറ്റിയതിലേക്ക് കുറച്ച് കൂടുതൽ തക്കാളി കൂടി ചേർത്ത് വഴറ്റി ആവശ്യത്തിന് ഉപ്പും മുൻപന്തിയിൽ കുരുമുളക് പൊടിയും കുറേശ്ശെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഇട്ട് നല്ലോണം വഴറ്റിയെടുത്ത് കഴുകി വൃത്തിയാക്കിയ കരളം ഇട്ട് കൊടുത്ത് വെള്ളമൊഴിക്കാതെ മീഡിയം തീയിൽ 4 വിസിൽ. ദാ കരൾ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ തീന്മേശയിലെത്തിയെങ്കിലും ദോശ കൂടി ചുട്ടിട്ട് ഞാൻ വരാട്ടോ. ഇക്കക്ക് കൊണ്ടുപോകാനുള്ളതുകൊണ്ടാണേ. മക്കളെ ഇന്നത്തെ ഡിന്നറാണ് തട്ടിൽ കുട്ടി ദോശയും കരൾ വരട്ടിയതും. നമുക്ക് എന്തായാലും കഴിക്കാൻ തുടങ്ങാം. കരളും കൂടെ കോളിഫ്ലവർ ക്യാരറ്റ് തോരനും ചമ്മന്തിയും അച്ചാറും ബ്രിഞ്ചാൾ ഫ്രൈയും മധുരത്തിനായിട്ട് പാകിസ്ഥാനി ഹൽവയും. ആഹാ അന്തസ്. എൻ്റെ വായിൽ നല്ലോണം വെള്ളം വരുന്നുണ്ട്. അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.